നമസ്തേ. പ്രകൃതി മനുഷ്യന് നൽകിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്താണ് രത്നങ്ങൾ എന്ന് പറയുന്നത്. രത്നങ്ങളുടെ വിശേഷങ്ങളുമായി രത്നശാസ്ത്ര ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് നമസ്കാരം. നമസ്തേ. നമസ്തേ. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രകൃതി മനുഷ്യർക്കായിട്ട് തന്നിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്താണ് ഈ രത്നങ്ങൾ എന്ന്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും സംസാരിക്കുന്ന ഈ ഭൂമിയിൽ അല്ലെങ്കിൽ കരയിൽ വിളഞ്ഞുണ്ടാകുന്ന ആ ഒരു രത്നങ്ങളെ കുറിച്ചാണ് അല്ലെ? ഒട്ടുമുക്കാലും ഒരു 90% രത്നങ്ങളും കരഭൂമിയിൽ നിന്നുണ്ടാകുന്നു. ഭൂമിക്കടിയിലുള്ള ഒരു ഫോർമേഷനാണ് അത്. ഓരോ രത്നങ്ങളും കല്ലുകളും ചിലത് 50-55 കിലോമീറ്റർ മൈൽ താഴത്തിലായിരിക്കാം, ചിലത് 100 കിലോമീറ്റർ, ചില ഡയമണ്ട്സ് ഒക്കെ 100-150 കിലോമീറ്റർ അഗാധ ഗർത്തത്തിലാണ് വിളഞ്ഞുണ്ടാകുന്നത്. അത് ഭൂമിയുടെ ഒരു അത്ഭുതമായ ഒരു പ്രതിഭാസം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മനുഷ്യന് വേണ്ടിയിട്ട് പ്രകൃതി തന്നിരിക്കുന്ന അനേകം വിഭവങ്ങളിൽ ഒരു അമൂല്യമുള്ളതും മെഡിസിനൽ വാല്യൂസ് കൂടുതലുള്ളതും ഒക്കെ രത്നങ്ങൾ തന്നെയാണ്. അത് അനേകം ധാതുക്കളോടുകൂടി, മിനറൽസിനോടുകൂടി, നാച്ചുറലായിട്ട് കളർ കൊടുക്കുന്ന ഘടകങ്ങളോടുകൂടി, എല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നുമില്ല അതിനകത്ത്. അങ്ങനെ രത്നം വിളഞ്ഞ് ഉണ്ടാകുക ചെയ്യുന്നത്. അതൊരു 90% രത്നങ്ങളും അത് പലതരത്തിലുള്ള അതിൻ്റെ കാഠിന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രത്നത്തിൻ്റെ കാഠിന്യമാണ് അതിൻ്റെ ഡ്യൂറബിലിറ്റി നിശ്ചയിക്കുന്നത്. രത്നം എത്രമാത്രം കാഠിന്യമുള്ളതാണോ അത്രയും ഡ്യൂറബിൾ ആയിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള രത്നങ്ങളാണെങ്കിൽ ഡ്യൂറബിലിറ്റി കുറയും. അന്നേരം നമ്മൾ ഒരുപാട് ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള രത്നങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും അതുപോലെ ഷോറൂമിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് അതിന് കേടുപാടുകൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ രത്നങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡീസാണ് ഈ ജമോളജിയിലും പ്രധാനമായിട്ടും നിൽക്കുന്നത്. അപ്പോൾ ഒരു രത്നം നമ്മൾ വെറുതെ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഈ രത്നത്തിൻ്റെ കാഠിന്യം എന്താണ്, ഈ രത്നത്തിൻ്റെ കളർ എന്താണ്, ഇതിനകത്ത് കളർ കൊടുക്കുന്ന ഘടകം എന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു രത്നം ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട്. അത് ധരിക്കുന്ന ആൾക്ക് എത്രമാത്രം സ്യൂട്ടബിളാണ് എന്നുള്ളതും കൂടെയാണ് നമ്മൾ ഇതിനകത്തൂടെ നോക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വേണം അത് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ ഈ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞത്, ഹാർഡ്നെസ് കൂടുതലുള്ള രത്നങ്ങൾ കാലാകാലങ്ങളായിട്ട് നമുക്കത് ഉപയോഗിക്കാം അല്ലെ, തലമുറകൾക്ക് നമുക്ക് കൈമാറി. എത്ര നൂറ്റാണ്ട് പോലും ഒരു രത്നതളം വിളഞ്ഞുണ്ടാകണമെങ്കിൽ എത്രയോ കൊല്ലങ്ങൾ കൊണ്ടാണ് രത്നതളം ഭൂമിയിൽ വിളഞ്ഞുണ്ടാകുന്നത്. അത്രയും തന്നെ അതിന് ഡ്യൂറബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 4-5 ഇരട്ടി ഡ്യൂറബിലിറ്റി ഉണ്ട്. ഒരിക്കലും അത് നശിക്കാൻ ചാൻസസ് ഇല്ല. പർപ്പസ്ലി നമ്മളതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കെമിക്കൽസ്, സ്ട്രോങ് കെമിക്കൽസ് ഒക്കെ, അത് മെർക്കുറിയും ആസിഡും ഒക്കെ വീണാൽ കല്ല് പോവും. അല്ലെങ്കിൽ കല്ലുകൾ പണ്ട് കാലം മുതലേ നമ്മളുടെ രാജ്യത്തിൻ്റെ സമ്പത്തായിരുന്നു. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിനകത്ത് ഈ രത്നങ്ങൾ നമ്മളുടെ നാടിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അത്രയും മാത്രം വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ട് രാജാക്കന്മാരൊക്കെ ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നു ഇല്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു രാജ്യത്തിന് ഒരു വിഷമ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത്, സാമ്പത്തികമായ വിഷമതകൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും സ്കേഴ്സിറ്റി വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവരിതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന ഘടകമാണ് രത്നങ്ങൾ. നമ്മൾ പറഞ്ഞാൽ ഈ ഹാർഡ്നെസ് കൂടിയിട്ടുള്ള രത്നങ്ങൾ ഇങ്ങനെ നശിച്ചു പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. നമ്മളൊരു പർപ്പസ്ഫുള്ളി നമ്മളതിനെ നശിപ്പിച്ചില്ലെങ്കിൽ അത് കാലാകാലങ്ങളോളം ഇങ്ങനെ ഇരിക്കും. ഹാർഡ്നെസ് കുറവുള്ള രത്നങ്ങളുണ്ടല്ലോ, നമ്മള് മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കാലക്രമേണ അതിന് സ്വയമേ അതിന് മാറ്റങ്ങൾ വരും. പവിഴം പോലുള്ള കല്ലുകൾ, പേള് പോലുള്ള കല്ലുകൾ ഉപയോഗത്തിൽ തന്നെ അതിൻ്റെ അത് കുറഞ്ഞ് തേയ്മാനം സംഭവിച്ചു പോകും.
അതിനകത്തൊന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിനറൽ കണ്ടന്റ് ഇല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റമിക് സ്ട്രക്ചർ ഇല്ലാത്ത കല്ലുകളാണത്. പേഴ്സൊക്കെ, ഓറൽസ്, എംബർ, ടർക്വൈസ്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് സ്റ്റോൺസ് ഉണ്ട്. അപ്പം അത് നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ പറഞ്ഞു വേണം കൊടുക്കാൻ. ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ഇത് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ തേഞ്ഞു പോകുന്നതും കേടായി പോകുന്നതായിട്ടുള്ള രത്നങ്ങൾ അതിൻ്റെ ഒറിജിനാലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നാച്ചുറലായിട്ട് ചില രത്നങ്ങൾ ഇങ്ങനെ സംഭവിക്കണം. പവിഴം തേഞ്ഞ് തന്നെ പോകണം, ഒരിക്കലും തേയാതെ. അത് വളരെ 10 കൊല്ലം മുമ്പ് മേടിച്ച ഒരു പവിഴം അതേപോലെ ഇരിക്കുന്നെങ്കിൽ അത് പൗഡർ മിക്സ്ഡ് ആണെന്ന് നമുക്ക് അന്നേരം കണക്കൂട്ടേണ്ടി വരും. രത്നങ്ങൾക്കുള്ള ആ ഒരു പ്രത്യേകതയാണ്. ഇതൊരു വാങ്ങി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയും ഇതിനെ കുറിച്ചൊരു ബോധവാനായിരിക്കണം അല്ലെ? പിന്നെ ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മരുന്ന് തന്നെ ഡോക്ടർ എഴുതി, പിന്നെ അതിനകത്ത് ഇങ്ങനെ പോലെ കഴിക്കണമെന്നും പറഞ്ഞ് കവറയിൽ മെഡിക്കൽ ഷോപ്പിൽ ഇരിക്കുന്നവര് ഇത് രാവിലെ ഒരെണ്ണം, ഇത് ഭക്ഷണത്തിന് ശേഷം, ഇത് ഭക്ഷണത്തിന് മുന്നേ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഷോപ്പിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഈ രത്നം എങ്ങനെ കെയർ ചെയ്യണം, ഇതിന് ഇന്തൊക്കെ സംഭവിക്കാം. ഇപ്പം ടർക്വൈസ് അല്ലെങ്കിൽ ഓപ്പൽസ് രത്നങ്ങളല്ല, ഓപ്പൽ എന്ന് പറയുന്ന അത് സോഫ്റ്റ് സ്റ്റോണാണ്, പ്ലേ ഓഫ് കളേഴ്സിൽ പെടുന്ന കല്ല. അത് നമുക്ക് കുറേശ്ശെ നമുക്ക് അതിന് ചിലപ്പോൾ ഒരു തേയ്മാനം പോലെ വരും. ഒരുപാട് കെമിക്കൽസ് അങ്ങനെയൊക്കെ വന്നാൽ ചിലപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ചെറിയ കുത്തു പോലെ വരാം. ഇതാ കല്ലിൻ്റെ യഥാർത്ഥമായ നേച്ചറാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചില സംഗതികൾ നമ്മൾ ഇത് രത്നങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത് മറ്റുള്ള കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിലുള്ള പല സംഗതികളും നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് നഷ്ടം സംഭവിക്കുമല്ലോ. ഇല്ല, ഒരു കാറ് പോലും നമ്മൾ പുതിയത് മേടിച്ച അതിന് അത് യൂസ് ചെയ്യേണ്ടതിനൊരു ഇതുണ്ട് ഇല്ലേ? ആ കാറിൻ്റെ ഒരു സ്ട്രെങ്ത് അനുസരിച്ചിട്ട് അല്ലെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അല്ലേ അത് പോകുന്നത്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക്, അപ്പോൾ അത് അതിൻ്റെ നേച്ചർ അതാണ്. ഒരു ടയറാണെങ്കിൽ അത് ഓടി വെട്ടിത്തേഞ്ഞ് പോകും അത്. എന്ന് പറഞ്ഞതുപോലെ ഡ്യൂറബിലിറ്റി ഉള്ള കല്ലുകൾ കലാകാലങ്ങളായിട്ട് എത്ര തലമുറകൾ ഉപയോഗിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള രത്നങ്ങൾ ഒരു സൈഡ്, ഹാർഡ്നെസ് കുറഞ്ഞ കല്ലുകൾ രത്നങ്ങൾ മറ്റൊരു സൈഡ്, കടലിൽ നിന്ന് കിട്ടുന്ന രത്നങ്ങൾ വേറൊരു. മുത്തും പവിഴമൊക്കെ കടലിൽ നിന്ന് മാത്രം വരുന്നതാണ്. അതൊക്കെയാണ് പെട്ടെന്ന് തേഞ്ഞു പോകുന്നത്. ഉപയോഗത്തിൽ തേഞ്ഞു പോകണം, അതാണത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിശേഷങ്ങൾ നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഓപ്പൽസ് എന്ന് പറയുന്ന ആ ഒരു രത്നത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പ്ലേ ഓഫ് കളേഴ്സ്, അതായത് ഈ നിറങ്ങളുടെ ഒരു വൈവിധ്യം കാണിക്കുന്ന ഒരു രത്നമായിരുന്നു ഈ ഓപ്പൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു രത്നത്തെ കുറിച്ച് നമ്മൾ മുമ്പുള്ള ഒരു എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ട്, ഒരു നക്ഷത്ര തിളക്കമുള്ള സ്റ്റാർ റൂബി എന്ന് പറഞ്ഞാൽ സ്റ്റാർ റൂബി പോലെ തന്നെ ഉള്ള ഒരു കല്ലാണ് ബ്ലൂ സ്റ്റാർ സഫയർ എന്ന് പറയും. ബ്ലൂ സ്റ്റാർ സഫയർ, സ്റ്റാർ സഫയർ എന്ന് പറയാം. പ്രത്യേക തരത്തിലുള്ള വളരെ ഭംഗിയേറിയിട്ടുള്ള ഒരു കല്ലാണത്. ഇത് പ്രകൃതിയുടെ വളരെ ഒരു അത്ഭുതകരമായ സൃഷ്ടിയാണ്. എന്ന് വെച്ചാൽ 6, അതായത് യുണീക്ക് ഓപ്റ്റിക്കൽ ഫിനോമിൻ ഇതിന്, അതായത് ദൃശ്യപ്രഭാവം എന്നൊക്കെ പറയാൻ നമുക്ക് വേണേ. അത്രയും ഒരു ഇതുള്ള ഒരു കല്ലാണിത്. സ്റ്റാർ സഫയർ 6 നക്ഷത്ര കിരണങ്ങൾ, ആസ്റ്ററിക്സ് എന്ന് പറഞ്ഞാൽ, ആസ്റ്ററിക്സ് അഥവാ സ്റ്റാർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള രത്നമാണ്. സ്റ്റാർ കാറ്റഗറിയിലാണ് അത് വരുന്നത്. അതിനകത്ത് 6 നക്ഷത്ര പോലുള്ള കിരണങ്ങൾ ആ കല്ലിനകത്ത് പ്രകൃതിയും തന്നിരിക്കും. അതന്നെ ബ്ലൂ സ്റ്റാർ സഫയർ എന്നാണ് അതിന് പറയുന്നത്. ഇത് നമുക്ക് ഈ സ്റ്റാർ റൂബി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. കല്ല് ശരിക്കും കബോഷൻ കട്ടിങ് കല്ലാത്. കല്ലിനകത്ത് പക്ഷെ ഒരുപാട് തിളക്കം കാണത്തില്ല കല്ലിന്. ഈ നക്ഷത്രം മാത്രമായിരിക്കും തിളങ്ങിക്കുന്നത്. രാത്രിയിൽ അങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കിയാൽ നക്ഷത്രം മാത്രമേ കാണുള്ളൂ, അതിൻ്റെ ബേസ് കാണത്തില്ല. മറ്റുള്ള കല്ലുകൾ, കട്ടാൻ പോളിഷ്ഡ് കല്ലുകൾക്ക് നല്ല ഒരു ലെസ്റ്റർ ഉണ്ട്, ഇതില്ല.
ഇത് ലസ്റ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കല്ലിന്റെ ആ നക്ഷത്രം ശരിക്കും തെളിഞ്ഞ് നിൽക്കുന്നത്. ഈ കപ്പോർഷൻ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ മൂൺ സ്റ്റോൺ അല്ലെങ്കിൽ ഓപ്പൽസിന്റെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് ഒരു കാപ്പിക്കുരു പോലെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുന്നതാണ്. അതിന് മേളിൽ ഒരുപാട് അടരുകൾ പോലെയല്ല, ലേസ് പോലത്തെ ചെറുതായിട്ട് കാണാൻ പറ്റും. മനസ്സിലല്ലേ? ഒരു നീഡിൽ ലൈക്ക് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത്, ഒരു സൂചിമുന പോലത്തെ ഇൻക്ലൂഷൻസ് അതിനകത്ത് വന്നിരിക്കുന്നത്. അത് ആ കൊറണ്ടം എന്ന് പറയുന്നത് മിനറൽ ഗ്രൂപ്പിൽപ്പെട്ട കല്ലായത്. ആ കൊറണ്ടം മിനറലിനകത്ത് നടക്കുന്ന പ്രതിഭാസം ഇത്. ലൈറ്റ് അടിക്കുമ്പോൾ ഈ സ്റ്റാർ തിളങ്ങി നിൽക്കുക. പക്ഷെ അതിന്റെ ഒരു ബേസ് കളർ വരുന്നത് ഈ സഫയർ നീല കളർ തന്നെയാണ്. നീല കളറാണ്. ഹാർഡ്നെസ് 9 ആണ്. ബ്ലൂ സഫയറിന്റെ അതേ ഹാർഡ്നെസ് തന്നെ ഈ രത്നത്തിനുണ്ട്. ഈ രത്നത്തിനുണ്ട്. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ബ്ലൂ സഫയർ മാച്ച് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കും. പിന്നെ ഇത് ശരിക്കും നമ്മള് ഓരോ കല്ലുകളും നമ്മൾ കൊടുക്കുമ്പം ആ ബർത്ത് ചാർട്ടും ആ വ്യക്തിയെയും കണ്ടിട്ട് വേണം അതൊക്കെ കൊടുക്കാനായിട്ട്. എന്നുവെച്ചാൽ അതിനകത്ത് നമുക്ക് ഒരു ബ്രൈറ്റ്നെസ് കുറഞ്ഞ ചില ഗ്രഹനിലകളുണ്ട്. അവിടെ നമുക്ക് ഈ ബ്ലൂ സഫയർ അല്ലെങ്കിൽ ശനിയുടെ പൊസിഷനൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നതിനും എല്ലാവർക്കും അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ശരിക്കും അതിന്റെ കേസ് സ്റ്റഡി നടത്തിയതിന് ശേഷം നടത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള ചാർട്ടുകൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരാം അത്. അപ്പൊ ഈ കല്ല് ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ കല്ലിന്റെ നക്ഷത്ര തിളക്കം മാത്രം ആണ് അതിന്റെ ഒരു അട്രാക്ഷൻ. അത് റൂബിക്കുമുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ സഫയറിനുണ്ട്. സ്റ്റാർ സഫയർ എന്നാണ് ഇതിനെല്ലാം പറയുന്നത്. ഇതിപ്പോ ഈ ഇപ്പൊ ഒരു ബ്ലൂ സഫയർ, ഇത് ഇന്ദ്രനീലവും ഒരു ഈ സ്റ്റാർ സഫയർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നക്ഷത്രത്തിളക്കം മാത്രം, ബാക്കി എല്ലാ ഹാർഡ്നെസ്സും മിനറൽ കണ്ടൻസ് കാര്യങ്ങള് എല്ലാം സെയിം ആണ്. അതിനകത്ത് ആ കൊറണ്ടം മിനറൽ നടക്കുന്ന ഒരു പ്രതിഭാസം, അത് റുട്ടൈൽ എന്ന് പറയുന്ന ഒരു മിനറലാണത്. നീഡിൽ ലൈക്ക് ഇൻക്ലൂഷൻസ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതാണ് അതിനകത്തുണ്ടാകുന്ന ആ ഒരു പ്രതിഭാസം. അതിനകത്ത് പ്രകാശരശ്മികൾ കിടക്കുമ്പോഴാണ് ഇതിന്റെ ബ്രൈറ്റ്നെസ് ഉണ്ടാകുന്നത്. അതാണ് ഇതിനെ അത്രത്തോളം ഒരു അട്രാക്റ്റീവ് ആക്കുന്നത്. ഇത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം, റയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു രത്ന ഗ്രൂപ്പിൽ പെടുന്ന കാര്യമുള്ളൂ. ഇതിന്റെ നമ്മൾ പ്രൈസിംഗിലേക്ക് അല്ലെങ്കിൽ നോക്കുമ്പോൾ സഫയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ റേറ്റുകൾ കൂടുതലാണോ, എങ്ങനെയാണ്? ഇതിന് ഒരുപാട് റേറ്റുകൾ വരുന്നില്ല. പക്ഷെ വളരെ യുണീക്ക് ആയിട്ടുള്ള ചില കല്ലുകൾ ചില സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പൊ ശ്രീലങ്കയിൽ നിന്നൊക്കെ ചില കല്ലുകൾ വരുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഭംഗിയും ഫിനിഷിങ്ങും കളറും ഒക്കെ വരുന്നത്. ആ ബ്ലൂ ആണെങ്കിലും ചെറിയൊരു ഗ്രേ കളറാണ് സാധാരണ നമുക്ക് മാർക്കറ്റിൽ വരുന്നത്. 100% ബ്ലൂവിലുള്ളത് വളരെ റെയർ ആണ്. അതിന് നല്ല വില വരും. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പം വില ഇച്ചിരി കുറവാണ് ഇതിന്. കാരണം ഇതിന് ഡിമാൻഡ് കുറവാണ്. അതാണ്. അപ്പൊ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അല്ല സാധാരണ പ്രൈസിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഡിമാൻഡ് കുറവാണിത്. ഇത് ഉപയോഗിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ നമ്മൾ തന്നെ വളരെ നോക്കിയിട്ട് ആൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രമാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. അതാ ബ്രൈറ്റ്നെസ് കുറഞ്ഞ ചാർട്ട്. ആളുടെ നവഗ്രഹങ്ങളിൽ പല ഗ്രഹങ്ങളും ഒരു മെജോറിറ്റി ഗ്രഹങ്ങളും സപ്പോർട്ട് ചെയ്യാത്ത ചാർട്ട്, ശനി മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ചാർട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ബ്ലൂ സഫയറും ബ്ലൂ സ്റ്റാറും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം മറ്റൊരു ഗ്രഹനിലയിൽ സൂര്യൻ മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്, ബാക്കി പല ഗ്രഹങ്ങളും ഓപ്പോസിറ്റ് ആയിരിക്കും. പൊതുവെ ഒരു ബ്രൈറ്റ്നെസ് കുറവാണ്. അപ്പം അങ്ങനെയുള്ള സംഗതികൾ നമ്മൾ ശരിക്കും നമ്മളുടെ ഒരു വീടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോപ്പോ ഒക്കെ നമ്മൾ അലങ്കരിക്കുന്നതിന് ഒരു രീതിയുണ്ടല്ലോ, ഡെക്കറേറ്റീവായിട്ട് നിർത്താൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ അത് രത്നങ്ങൾ കൂടെ അത് ചെയ്യാൻ പറ്റും. നല്ലോണം ഷൈൻ ചെയ്ത് നിൽക്കുന്ന രത്നങ്ങൾ ആ വ്യക്തിയിൽ ഒരു ഷൈനിങ് ഉണ്ടാക്കിയെടുക്കും. ആ ഒരു തിളക്കം ആ വ്യക്തിക്കും കൂടെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ തിളക്കം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ തിളക്കം കുറഞ്ഞ ഒരു ഗ്രഹനില, അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ തിളക്കമുള്ള രത്നങ്ങൾ തന്നെ, അതിന്റെ ഉപയോഗം തന്നെ. അത് ഏത് വേണം നമ്മൾ
നമുക്ക് ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അത് നോക്കിയിട്ട് അയാൾക്ക് അനുയോജ്യമാണ്. തിളക്കമുള്ള ഒരുപാട് കല്ലുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഇല്ലേ? എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഏത് വ്യക്തിക്കാണ് ഇത് എത്ര കംഫർട്ടബിൾ ആകുന്നത്, ആ ഒരു വിവരങ്ങൾ ഒരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മള് നക്ഷത്രത്തിളക്കമുള്ള ആ ഒരു രത്നത്തെ കുറിച്ചാണ് സംസാരിച്ചു വന്നിരുന്നു. സ്റ്റാർ സഫേർ, സ്റ്റാർ റൂബിയെ പോലെ തന്നെ ഏകദേശം അതേപോലെ തന്നെ ആ ഒരു നക്ഷത്രത്തിളക്കം കിട്ടുന്ന ഒരു ഇതേ രീതിയിൽ തന്നെ കമ്പോഷൻ കട്ടുള്ള ബ്ലൂ അൺകട്ട് എന്ന് വേണേൽ പറയാം. അൺകട്ട് റൂബീസ് ഉണ്ട്, അൺകട്ട് സഫയർ ഉണ്ട്. അതിനൊന്നും ഇതേപോലത്തെ കട്ടിങ് ആണിത്, പഴയ രീതിയിലുള്ള കട്ടിങ് ആണ്. ഈ കല്ലില് ആ കമ്പോഷൻ ടൈപ്പ് കട്ടിങ് വരുന്ന പഴയ ടൈപ്പ് കട്ടിങ്. അത് പണ്ട് നിലനിന്നിരുന്ന ആദ്യത്തെ കട്ടിങ് തന്നെ കമ്പോഷൻ കട്ടിങ് ആയിരുന്നു. അപ്പൊ അത് നമ്മള് ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ഉരുട്ടി മേൽവശം ഉരുണ്ട് അടിവശം ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു ഇതിൽ സ്റ്റാർ വരുന്നതുകൊണ്ടാണ് ഇതിന് പ്രത്യേക അട്രാക്ഷൻ വരുന്നത്. മറ്റേ സ്റ്റാർ കാണത്തില്ല. അൺകട്ട് റൂബി ഓടിച്ച് അതിനകത്ത് സ്റ്റാർ കാണത്തില്ല, മനസ്സിലല്ലേ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇത് എവിടെ നമുക്ക് കൊടുക്കാന്നുള്ള, ഇപ്പൊ ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ പറയാനായിട്ട് ഞാൻ 15/10/88 ഒരു ചാർട്ട് എൻ്റെ ഇതിൽപ്പുണ്ട്. അതിനകത്ത് നമുക്ക് മകര ലഗ്നമാണ്, അതായത് മകര ലഗ്നം അറിയാലോ ആരുടെയാണ്? ശനിയുടെ തന്നെ ലഗ്നമാണ്. ആ ശനി ആണ് ഇവിടെ സപ്പോർട്ട് നീചത്തിലാണ് നിൽക്കുന്നത്. ആ ലഗ്നാധിപൻ തന്നെ നീചത്തിപ്പായി നിൽക്കുന്നത്. പക്ഷെ ലഗ്നാധിപൻ അവിടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു പ്ലാനറ്റ് എന്ന് വേണം പറയാൻ. ലഗ്നാധിപൻ എപ്പോഴും ആ വ്യക്തിക്കൊരു സപ്പോർട്ട് കൊടുക്കും, അത് എവിടെയൊക്കെ പോയി നിന്നാലും. അത് ഈ 12 ഹൗസിൻ്റെയും ആധിപത്യം ആ ലഗ്നത്തിനുണ്ട്. അപ്പോൾ ശനി നീചത്തിലാണ്, ശനി സപ്പോർട്ടീവാണ്. ബാക്കി ഇതിനകത്ത് നോക്കിയാൽ വീനസ് ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 8 3 ഗ്രഹങ്ങളോളം നിപ്പുണ്ട്. ചന്ദ്രൻ, ചൊവ്വ, സർപ്പം ഇതെല്ലാം 8 പോയി നിപ്പുണ്ട്. ഇതിൽ ശനിയും ബുധനും മാത്രമാണ് ഇവിടെ സപ്പോർട്ടീവായിട്ട് ഈ വ്യക്തിയിൽ നിൽക്കുന്നത്. കാരണം ഇതിനകത്ത് ഏറ്റവും തിളക്കം തരേണ്ട ഒരു പ്ലാനറ്റ് എന്ന് പറഞ്ഞ് വീനസാണ്. ഈ വ്യക്തിയിൽ വീനസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. വീനസ് എന്ന് പറയുന്നത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം. നമുക്ക് ഒരുപാട് ലൗകിക സുഖങ്ങളും അട്രാക്ഷനും സൗന്ദര്യവും ഇതെല്ലാം തരേണ്ട ആള് വീനസാണ്. അതിവിടെ നീചത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിനെല്ലാം ഒരു ബ്രൈറ്റ്നെസ് കുറഞ്ഞാണ് നിൽക്കുന്നത്. സൂര്യനാണേലും നല്ല പൊസിഷനിലല്ല ചാട്ടി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊന്നും അതിൻ്റെയൊക്കെ സ്റ്റോൺസ് കൊടുത്തിട്ടൊന്നും നമുക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ലോക്കാണത്. ഈ വ്യക്തി ഇങ്ങനെ തന്നെ ഇതിനൊന്നും ഇപ്പൊ നമ്മൾ വീനസ് ഡെബിലിറ്റേഷനാണ്. വീനസിന്റെ കല്ലെന്ന് പറയുന്നത് ഡയമണ്ട്, അത് കൊടുക്കാൻ പറ്റില്ല. 8 നിൽക്കുന്ന ചൊവ്വയുടെ കല്ല് കൊടുക്കാൻ പറ്റില്ല. സൂര്യന്റെ കല്ല് കൊടുക്കാൻ പറ്റില്ല. 8 നിൽക്കുന്ന സൂര്യന്റെ കല്ല് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മജോറിറ്റി പ്ലാനറ്റ്സിന്റെ കല്ലുകൾ നമുക്ക് ഈ ഇദ്ദേഹത്തിന് ചേരുന്നില്ല, എക്സെപ്റ്റ് ബ്ലൂ സഫയർ ആൻഡ് എമറോൾഡ്. അതേ ചേരുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഫസ്റ്റിൽ തന്നെ നമുക്ക് ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ലഗ്നം തന്നെ എടുക്കേണ്ടത്. ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ ലഗ്നാധിപനാണ് വളരെ ഇമ്പോർട്ടൻസ്. അത് തന്നെ നിജത്തിൽ പോകുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ബ്ലൂ സഫയർ കൊടുക്കാൻ പറ്റും. നല്ല ശ്രീലങ്കൻ സഫയർ ഉണ്ടല്ലോ, നല്ല ട്രാൻസ്പെറൻസി ഉള്ള ഒരു റോബിൻ ബ്ലൂ കളറിലുള്ള സഫയർ ആണ് ശ്രീലങ്കൻ സഫയർ. കാശ്മീരി ബ്ലൂ എന്ന് പറയുന്ന ബ്ലൂ ഉണ്ട്, പക്ഷെ അത് നമുക്ക് അവൈലബിൾ അല്ല. കാശ്മീരി ബ്ലൂവിന് ഭയങ്കരമായ റേറ്റും അത് കിട്ടാനുമില്ല. കിട്ടുന്ന തന്നെ നമുക്ക് സംശയത്തോടു കൂടിയാണ്. കാരണം ഇത് കണ്ട ഇതിനകത്ത് ഇൻക്ലൂഷൻസ് കുറവാണ്. നല്ല സാറ്റിൻ, നല്ല നീല പട്ട് സാരിയുടെ കളറാണ് കാശ്മീരി ബ്ലൂവിന്. അപ്പോൾ അതിനകത്ത് അതേപോലത്തെ സിമിലൻ സാധനങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അതൊന്നും വാങ്ങി വെച്ച് അതൊക്കെ വാങ്ങി ധരിക്കാൻ ആൾക്കാർ കുറവായിരിക്കും. ഒരു ക്യാരറ്റിനാണ് 2-3-4 ലക്ഷം രൂപ വരും. അങ്ങനെ അതിൻ്റെ ഡിമാൻഡ് അത് കുറവായതുകൊണ്ട് അപ്പോൾ നമുക്ക് ശ്രീലങ്കൻ സഫയർ കുറച്ചുകൂടെ അവൈലബിലിറ്റി ഉണ്ട്. റോബിൻ ബ്ലൂവിൻ്റെ കളറാണ്, നീല കളറാണ്. അതും ബ്ലൂ സ്റ്റാർ സഫയറുമാണ് ഞാൻ ഈ വ്യക്തിക്ക് സജസ്റ്റ് ചെയ്തത്.
അവിടെ നമുക്ക് ആ വെട്ടും ആ സ്റ്റാറും ആ തിളക്കവും ഒരു സ്റ്റാർ കൊടുക്കുമ്പോൾ ഒരു സ്റ്റാർ നമ്മൾ ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് പോലീസ് ഓഫീസേഴ്സ് മിലിറ്ററിയിലൊക്കെ നമ്മൾ സ്റ്റാറിൻ്റെ ചിഹ്നം അല്ലേ കൊടുക്കുന്ന എന്തിൻ്റെ പ്രതീതിയാണ്. അപ്പോൾ അത് ആള് ഒരു ഷൈനിങ് ഒരു ഈ മേഖലയിൽ ഒരു തിളക്കമുള്ള വ്യക്തി. സ്റ്റാറിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ആളുടെ പൊസിഷൻ കൂടും ഇല്ലേ, അങ്ങനെയല്ലേ? അപ്പം ഇന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സ്റ്റാർ സഫയർ ഇരിക്കുമ്പോൾ ആളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അത് പ്രകൃതി തന്നെ ഇതെങ്ങനെ തന്നിരിക്കുന്നത് നമുക്ക് ഒരു പിടിയില്ല. പിന്നെ അത് സയൻറ്റിഫിക്കലായിട്ടുള്ള സ്റ്റഡീസാണ് ഈ റൂട്ടൈൽ എന്ന് പറയുന്ന കണ്ടൻസ്, അതുപോലെ തന്നെ ഇതിനകത്തുള്ള നീഡിലേക്ക് ഇൻക്ലൂഷൻസ്, കൊറണ്ടോ എന്ന് പറഞ്ഞ മിനറൽ, അതിനകത്ത് പ്രകാശം തട്ടുന്ന, ഇതെല്ലാം പിന്നീട് മനുഷ്യൻ ഇതിന് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൂ. പക്ഷെ പ്രകൃതി ഇത് തന്നിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ തന്നിരിക്കുന്നെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു അർത്ഥമുണ്ട്. പിന്നെ ഇതിനകത്തെല്ലാം ഒരു ചെറിയ മെഡിസിനൽ എഫക്റ്റും ഉണ്ട്. കാരണം ഇതിനകത്ത് ടൈറ്റാനിയമാണ് ഇതിന് കളർ കൊടുക്കുന്നത്. ടൈറ്റാനിയത്തിൻ്റെ കൂടെ അയൺ കൂടെ ചേരുമ്പം നല്ല ബ്ലൂ കളറിലേക്ക് മാറുക. ഇപ്പം നാച്ചുറലായിട്ടുള്ള ടൈറ്റാനിയം ആണെന്ന് ഓർത്തോണം. അയണും നാച്ചുറലായിട്ട് പ്രകൃതിയിൽ കിട്ടുന്ന അതേ ആ കോമ്പിനേഷനിൽ ആ സ്ഥലത്ത് അതുണ്ട്. ആ സ്ഥലത്ത് ഒരു മൈനിങ് ഉള്ള സ്ഥലത്ത് ഇത് ഉണ്ട് ഭൂമിക്കടിയിൽ. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അവിടെ ഒരു കല്ലിന് രൂപാന്തരം സംഭവിക്കുന്നത്. അല്ലാതെ ഇത് നമ്മൾ ഒരെണ്ണം പെയിന്റ് ചെയ്ത് പിന്നെ അതിൻ്റെ റൂട്ട് മറ്റേ സ്റ്റാർ വേറെ ഇടത്തു നിന്ന് എടുത്ത് അങ്ങനെയല്ലല്ലോ. ആ ഭാഗത്തത് വിളഞ്ഞെങ്ങനെ ഉണ്ടായി അതിലോട്ട് കയറി വരുവാണ് ചെയ്യുന്നത്. അത് വലിയൊരു അത്ഭുതമായ ഒരു പ്രതിഭാസമാണത്. നിഗൂഢതകളാണ്. അപ്പൊ ഈ ബ്ലൂ സഫയറും ബ്ലൂ സ്റ്റാർ സഫയറും ഉപയോഗിക്കുന്നതോടുകൂടി ഇയാളിൽ കുറച്ചൊരു ബ്രൈറ്റ്നെസ്സും ഒരു തിളക്കവും ഉണ്ടാകണം. ഈ വ്യക്തിക്ക് ആകെ നമുക്ക് മാച്ച് ആകുന്നത് ഈ പറയുന്ന ബേസിക്കലി ഫസ്റ്റ്. പിന്നെ ഉള്ളത് കുറച്ചുകൂടി ഒരു തിളക്കം ഈ വ്യക്തിക്ക് ഉണ്ടാവാനായിട്ട്. അതെ, അതിന്റെ സ്റ്റാർ സഫയർ കൂടെ അതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു 6-7 ക്യാരറ്റ് കൊടുത്തെങ്കിലേ കൊണ്ട് പ്രയോജനമുള്ളൂ. അത് ഒപ്പാക്ക് കല്ല്, ഒപ്പാക്ക് കാറ്റഗറി കല്ലാണ്. അപ്പോൾ ഇച്ചിരി വലുതായിട്ട് ഉള്ള കല്ല് വേണം കൊടുക്കാനായിട്ട്. പിന്നെ സ്റ്റാറും വെട്ടിത്തിളങ്ങണമെങ്കിൽ കാണണമെങ്കിൽ ടോർച്ച് അടിച്ചാലാണ് കറക്റ്റ് ഇത് കാണാം, റിഫ്ലക്ഷൻ കിട്ടുന്നത്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് ഇനിയുള്ള എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം.